ഹലോ ഗൈസ്, സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ് ഒരു ചാനൽ തുടങ്ങി വെച്ചിട്ട് ആളുകളെ മൊത്തം പച്ചമാംസം തിന്നുകയും പബ്ലിക്കിലിട്ട് വലിച്ചു കീറുകയും ചെയ്യുന്ന ഒരു പിശാചുണ്ട്. അവരുടെ പേരാണ് ഷഫീന ബീവി എന്ന്. ഒരുപാട് സ്ത്രീകളെ, ഞാൻ സ്ത്രീ സംരക്ഷകയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ത്രീകളുടെ പച്ചമാംസവും രക്തവും ഊറ്റി കുടിച്ചൊരു സ്ത്രീയാണ്. മന്ദര, ശൂർപ്പണക, ഇതുപോലുള്ള ഏത് പേരിട്ട് ഇവരെ വിളിച്ചാലും, താടക, ഏത് പേരിട്ട് വിളിച്ചാലും അത് അധികമാവത്തില്ല. കാരണം കൂടുതലും എഗെയിൻസ്റ്റ് നിൽക്കുന്ന ആൾക്കാരെ അടിക്കാൻ വേണ്ടി ഈ സ്ത്രീ ഉപയോഗിക്കുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് അവരുടെ ഫാമിലിയെ തൊട്ട് കളിക്കുക എന്നുള്ളതാണ്. ഫാമിലിയെ കയറി പറയുക, ഫാമിലിയിൽ അച്ഛനെ പറയുക, അമ്മയ്ക്ക് പറയുക, പിന്നെ എസ്പെഷ്യലി മക്കളെ പറയുമ്പോൾ തളർന്നു പോകാത്തവരാരുമില്ല. ഈ കുട്ടികളെ പറഞ്ഞിട്ട് ആനന്ദം കണ്ടെത്തുന്ന ഒരു സൈക്കോ സ്ത്രീയാണ് ഇവർ. സ്ത്രീ എന്നിവരെ സംബോധന ചെയ്യുന്നത്, സ്ത്രീ കാറ്റഗറിയിൽ പെടുത്തുന്നത് രൂപം അങ്ങനെ ആയതുകൊണ്ട് മാത്രം, രണ്ട് പ്രസവിച്ചത് കൊണ്ടും സ്ത്രീ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ജനസിൽപ്പെട്ട ഒരു പിശാചിനിയാണ് ഈ സ്ത്രീ. അപ്പം ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണിക്കാം. ഇത് റിയാലിറ്റി ബൈ ശാരിക എന്ന് പറയുന്ന ചാനലിലെ ശാരിക ചേച്ചിയുടെ ഫോട്ടോയാണ്. ഞാൻ എന്തുകൊണ്ട് ഈ ഫോട്ടോ ഇവിടെ കാണിച്ചു എന്ന് ചോദിച്ചാൽ, ഈ സ്ത്രീ ഇപ്പോഴായിട്ട് ഈ ഇടയ്ക്കായിട്ട് ചോര ഊറ്റി കുടിക്കുന്നത് ഈ ശാരിക എന്ന് പറയുന്ന ചേച്ചിയുടേതാണ്. ഇപ്പോൾ ഈ ശാരിക മാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇൻ്റർവ്യൂ വഴി വൈറലായിട്ട് ബിഗ് ബോസിൽ കയറിയ ഒരു ബിഗ് ബോസ് കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ശാരിക മാം. അപ്പോൾ ശാരിക മാം, രേണു സുധിയൊക്കെ ഉള്ള സമയത്ത് ഈ ബിഗ് ബോസിൽ കയറിയ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ ശാരിക മാം തൻ്റേതല്ലാത്ത കാരണത്താൽ ഇപ്പോൾ ഷഫീനയുടെ അറ്റാക്കിന് ഇരയായിരിക്കുകയാണ്. എന്താണ് തൻ്റേതല്ലാത്ത കാരണത്താൽ? അവർ രേണു സുധിയെ സപ്പോർട്ട് ചെയ്തു, അതാണ് തൻ്റേതല്ലാത്ത കാരണത്താൽ. അപ്പം ശാരിക മാമിൻ്റെ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്തിട്ട് ആ വീഡിയോയ്ക്കുള്ള മറുപടിയാണ് എൻ്റെ വീഡിയോ. ഇവിടെ ശാരിക മാം, നിങ്ങളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പിശാചിനിക്കെതിരെ നിങ്ങൾ പ്രതികരിച്ചതിൻ്റെ തീവ്രത കുറഞ്ഞു പോയി, അത് മാത്രമാണ് എൻ്റെ പരാതി. ഈ ഒരു പിശാചി സ്ത്രീ സൊസൈറ്റിക്ക് ഒരു തരത്തിലുള്ള ഗുണവും ഇല്ലാത്ത, മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സൊസൈറ്റിക്ക് ഇട്ടുകൊടുക്കുന്ന, മറ്റുള്ളവരുടെ അടുക്കള കാര്യങ്ങളിൽ മാത്രം കയറി തലയിടുന്ന, സ്വന്തമായിട്ട് ഒരു കഴിവും ഇല്ലാത്ത കഴിവേറിയായ ഈ സ്ത്രീക്കെതിരെ നിങ്ങൾ പ്രതികരിച്ചതിൻ്റെ ഡെപ്ത് കുറഞ്ഞു പോയി. അപ്പം ആ ഒരു നിങ്ങൾ ചെയ്ത വീഡിയോയ്ക്കുള്ളൊരു ക്ലാരിഫിക്കേഷൻ, അതിൻ്റെ ഒരു മറുപടി കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഷഫീന എന്ന് പറയുന്ന സ്ത്രീയെ, നിങ്ങളോട് ഞാൻ ഒരുപാട് വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ നിങ്ങളത് മൈൻഡ് ചെയ്യത്തില്ല. കാരണം ഉള്ളത് പറഞ്ഞാൽ നിങ്ങൾ മൈൻഡ് ചെയ്യില്ല. ആരെങ്കിലും ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പൊള്ളത്തുള്ളൂ. ഇല്ലാത്തത് എന്തെങ്കിലും നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചാൽ കാര്യം അത് ഇല്ലാത്തതാണല്ലോ. ഉള്ളത് പറഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കില്ല. അത് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജിയാണ്, അത് നിങ്ങളുടെ ഒരു കഴിവ് തന്നെയാണ്. അത് സമ്മതിക്കാൻ, അതാണ് ഞാൻ നിങ്ങളെ കഴിവേറി എന്ന് വിളിച്ചത്. കഴിവുകൾ ഏറിയ ഒരു കഴിവേറിയാണ് നിങ്ങൾ. എന്നാൽ ഈ കഴിവുകൾ കൊണ്ട് സമൂഹത്തിന് ഒരു പ്രത്യേകിച്ചൊരു ഗുണവും ഇല്ലതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ കൂടുതൽ ഇതിട്ട് വലിച്ചു നീട്ടാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്തായാലും ആൾക്കാരെ വെച്ചിട്ട് വെബ് സീരീസ് പോലെ 1, 2, 3, 4 അങ്ങനെ വധം തന്നെ നടത്തുന്ന ഷഫീന എന്ന് പറയുന്ന വെറും തേർഡ് റേറ്റ്, സ്വയം ജേർണലിസ്റ്റ് ആണെന്ന് പറയുന്ന തേർഡ് റേറ്റ് മന്ദരയ്ക്കെതിരെ, അല്ലെങ്കിൽ തേർഡ് റേറ്റ്, ഞാൻ ഇവരെ ഫ്രാഡ് അമ്മച്ചി എന്ന് വിളിക്കും. അപ്പം ഫ്രാഡ് അമ്മച്ചിക്കെതിരെയുള്ള എൻ്റെ പ്രതിഷേധമാണ്. ഞാൻ ഇനിയും ഇവർക്കെതിരെ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കും. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ ഷഫീനയ്ക്ക് എൻ്റെ പേരിൽ ലീഗലി മൂവ് ചെയ്യാം. ഞാൻ ഒരു പേടിയോ ഒരു ടെൻഷനോ എനിക്കില്ല. ലീഗലി മൂവ് ചെയ്ത് എന്നെ കയ്യാമം വെച്ച് അകത്തിടണമെന്നാണ് ഞാൻ പറയുന്നത്. ഷഫീനയ്ക്കെതിരെ ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ കള്ളമുണ്ടെങ്കിൽ ലീഗലി പബ്ലിക്കിൻ്റെ മുന്നിൽ ലൈവായിട്ട് പോലീസിനെയും കൊണ്ട് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് തന്നെ ഞാൻ വെല്ലുവിളിക്കും. കാരണം എനിക്കതിനുള്ള ഗട്ട്സ് ഉണ്ട്. എനിക്ക് മാത്രമേ അതിനുള്ള ഗട്ട്സ് കേരളത്തിലുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അപ്പോൾ ഷഫീന എങ്ങനെയാണ്, തുടങ്ങിയാലാ? അപ്പോൾ ശാരിക ചേച്ചി, കം ഓൺ ടു ദ സ്റ്റേജ്. ഇതിൻ്റെ ഇടയിൽ ഈ യൂട്യൂബ് ചെയ്യുന്നൊരു പരിപാടിയാണ്, പരസ്യം കൊണ്ട് തരും. അപ്പം എനിക്ക് എഡിറ്റ് ചെയ്ത് അധികം കഷ്ടപ്പെടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ കാണിക്കാം. അപ്പം അതിനെ ഒരു സുഖമുള്ളൂ. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ? റിയാലിറ്റി റിയാക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം, സുസ്വാഗതം. എന്തോന്നാണ് പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങോട്ട് പറ, ലോകമൊക്കെ ഇട്ട് വെറുപ്പിക്കാതെ. അപ്പോ ഇത് ഷഫീന ജീവി അഥവാ ചെകുത്താൻ എന്ന എൻ്റെ സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡാണ്. ഇതൊരു സീരീസ് ആയിട്ട് തന്നെ ഇവിടെ എനിക്കൊരു തിരുത്തുണ്ട്. ഷഫീന ജീവി എന്ന് പറയുന്നത് കാര്യം ജീവജാലങ്ങൾക്ക് കുറച്ചുകൂടി അന്തസ്സും മാന്യതയുണ്ട്. അവര്
എന്താ പറയുക, അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർക്ക് പിന്നെ ഒരാളെ പിന്നെ ശക്തനായ ഒരു മൃഗത്തിന് തൻ്റെ താഴെ നിൽക്കുന്ന ഒരു മൃഗത്തിനെ വേട്ടയാടി പിടിച്ചാൽ മാത്രമേ ഫുഡ് കഴിക്കാൻ പറ്റൂ എന്നുള്ള ബോധ്യം കൊണ്ടാണ്. അതുകൊണ്ട് ജന്തുജാലങ്ങളൊന്നും വെച്ച് ഇതിനെ കമ്പയർ ചെയ്യരുത്. രണ്ടാമത് പറഞ്ഞ ചെകുത്താൻ, ഓക്കെ, ഇത് ചെകുത്താൻ പിശാചിനി, അതാണ് ഇവർക്ക് പറ്റിയ പേര്. അപ്പം ഞാൻ ഈ വീഡിയോ മൊത്തത്തിൽ 7 മിനിറ്റുള്ള വീഡിയോ ആണ്, മൊത്തത്തിൽ റിയാക്ട് ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ചെയ്യാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. കണ്ടന്റുകൾ വേറെ ഞാൻ ചെയ്യും, അതില്ലാത്തതുകൊണ്ടല്ല. കാരണം ഇവര് ഒരു സാമൂഹ്യ വിപത്താണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇവർക്കെതിരെ ഞാൻ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ചെയ്യുന്നത്. ലോങ് വീഡിയോ ചെയ്തിട്ട് എനിക്ക് വന്ന കോളുകളുടെ ബാഹുല്യം എന്നെ ഞെട്ടിച്ചു, കമന്റ്സിന്റെ ബാഹുല്യം ഞെട്ടിച്ചു. വേറെ ഒന്നുമല്ല, അവർക്കെതിരെ പോരാടാൻ അല്ലെങ്കിൽ അവരെന്ന ആ ഒരു വിഷവിത്തിനെ, അവര് മാത്രമല്ല കേട്ടോ, എനിക്ക് ഷഫീന ബീവിയുടെ പേഴ്സണൽ വൈരാഗ്യമൊന്നുമില്ല, പക്ഷെ അവരെ പോലെയുള്ള ഇവിടെയും എനിക്കെതിരെ അഭിപ്രായമുണ്ട്. ബീവി എന്ന് വിളിച്ചിട്ട് ബീവി എന്ന പേരിന്റെ കൂടെ ബീവി എന്ന് വെക്കുന്ന ആൾക്കാരുടെ പവിത്രത നഷ്ടപ്പെടുത്തരുത്. ശാരിക മാം, എന്താണ് നിങ്ങൾ ഇങ്ങനെ ചിരിപ്പിക്കല്ലേ? കുറെ യൂട്യൂബ് വ്ളോഗേഴ്സ് ഉണ്ട്, റിയാക്ഷൻ വീഡിയോയുടെ പേരും പറഞ്ഞ് തെറി, ചീത്ത, വീട്ടിലുള്ള മൈനറായിട്ടുള്ള കുട്ടികളെ മോശം പറയുക, ഈ പറയപ്പെടുന്ന വീട്ടിലിരിക്കുന്ന അമ്മമാരെയും മറ്റുള്ളവരെയൊക്കെ മോശം പറയുക, അച്ഛന്മാരെ മോശം പറയുക, ഇതെല്ലാം സ്ഥിരമായി ചെയ്യുക. ഒരു പർട്ടിക്കുലർ പേഴ്സൺ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നത് ഓക്കെ, അത് അവരുടെ ഇഷ്ടം, അവരുടെ അഭിമാനം. അതല്ലാതെ അവരുമായിട്ട് സ്ഥലകാല ബന്ധം പോലും ഇല്ലാത്ത ആൾക്കാരുടെ ആർട്ടിസ്റ്റുകളല്ലാത്തവരും അവരുടെ വീഡിയോ, അതായത് ഈ ഷഫീന എന്ന് പറഞ്ഞ മൃഗവും മനുഷ്യനും അല്ലാത്ത ആ സ്ത്രീയുടെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവരുടെ ആ ഒരു പോയിന്റ് എനിക്ക് അങ്ങ് ഇഷ്ടമായി കേട്ടാ. മനുഷ്യനും മൃഗവും അല്ലാത്ത, ശരിയാണ്, മനുഷ്യന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റൂല, മൃഗങ്ങളുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഏതെങ്കിലും വന്യമൃഗങ്ങൾ വന്ന് ഞങ്ങളെ തെറി വിളിക്കും, അമ്മാതിരിയാണ്. ചെകുത്താൻ, അത് മതി, അതാണ് കുറച്ചുകൂടെ. ഇപ്പോൾ നമ്മുടെ ജാസ്മിൻ കൊച്ചു പറഞ്ഞതല്ലേ വിച്ച്, അതാണ് കറക്റ്റ് പേര്. വിച്ചമ്മായിയുടെ ബാക്കി കാര്യം എടുത്ത് നോക്കുക, നമുക്ക് അറിയാം. അതിനകത്ത് ഒരുപാട് പ്രശസ്തരായവരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഇവൻ പ്രധാനമന്ത്രിയെ വരെ അവർ പറയും, മുഖ്യമന്ത്രിയെ പറയും, പ്രധാനമന്ത്രി വരെ പറയും, മുഖ്യമന്ത്രിയും പറയും. എന്തുകൊണ്ടാണ്? ബട്ട് വൈ? എന്തുകൊണ്ട് പറയുന്നു? ഇവർ പറയുന്നതിന് ഒരു പട്ടിയുടെ വില പോലും അവരാരും കൊടുക്കൂല. കാര്യം പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഈ തെരുവ് നായ എവിടെ കിടന്ന് കുരയ്ക്കുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കണതല്ല ജോലി, അല്ലേ? മുഖ്യമന്ത്രിയായിരുന്നാലും പ്രധാനമന്ത്രിയായിരുന്നാലും 5 ഇയേഴ്സിലൊരിക്കൽ നമുക്ക് മാറി വരുന്നൊരു സിസ്റ്റമാണ് നമുക്ക്. പ്രൈം മിനിസ്റ്റർ ആയിരുന്നാലും ഇപ്പം മോദിജി മാത്രമാണ് 10 കൊല്ലം കൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ മാറി വരും. 5 കൊല്ലം കഴിയുമ്പോൾ പ്രധാനമന്ത്രിമാരും മാറും, 5 കൊല്ലം കഴിയുമ്പോൾ മുഖ്യമന്ത്രി മാറും. അപ്പോൾ ഈ മാറി വരുന്നവർക്ക് അപ്പോഴപ്പോഴുള്ള ആൾക്കാരെ, അതായത് കമ്മ്യൂണിസ്റ്റിനൊരു മുഖ്യമന്ത്രി വന്നാൽ അയാളെ തെറി വിളിക്കും, കോൺഗ്രസിനൊരു മുഖ്യമന്ത്രി വന്നാൽ അയാളെ തെറി വിളിക്കും, ഇനി BJP ആണെങ്കിൽ അയാളെയും വിളിക്കും. അതാണ് ഷഫീനക്കൊരു സ്ഥിരതയില്ല, എല്ലാവരെയും തന്തയ്ക്ക് വിളിക്കും. എന്തുകൊണ്ടാണ്? ഈ ഭ്രാന്തുള്ളവർ അല്ലെങ്കിൽ ഈ തലയ്ക്ക് സുഖമില്ലാത്തവർ പറയുന്നതിന് സർക്കാർ മുൻതൂക്കം കൊടുക്കൂല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ. പിന്നെ മുഖ്യമന്ത്രി ആയിരുന്നാലും പ്രധാനമന്ത്രി ആയിരുന്നാലും വിമർശിക്കുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ അവർ ചെയ്ത ഒരു കാര്യം, അതായത് മുഖ്യമന്ത്രി ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റിനെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് വിമർശിക്കുന്നതെങ്കിൽ ഓക്കെ എന്ന് പറയാം. ഇത് ചുമ്മാ വന്നിരുന്നുകൊണ്ട് പ്രൈം മിനിസ്റ്ററിൻ്റെയും ചീഫ് മിനിസ്റ്ററിൻ്റെയും അമ്മയും അച്ഛനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ മൈൻഡ് ചെയ്യൂല. കാര്യം എന്തെന്നറിയാമോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പട്ടി ഉരച്ചിലിന് അവർ മറുപടി കൊടുക്കത്തില്ല. അവർ ചെയ്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അവർ റിപ്ലൈ കൊടുക്കും. അല്ലാതെ ഇതുപോലുള്ള ഈ ശകുനിക്കരച്ചിലിനൊന്നും അവർ മറുപടി കൊടുക്കൂല. അല്ലാത്തവരും ഉണ്ട്. ഇവൻ പ്രധാനമന്ത്രിയെ വരെ അവർ പറയും, മുഖ്യമന്ത്രിയെ പറയും, മെഗാ സ്റ്റാറുകളെ പറയും, അല്ലാത്ത സ്റ്റാറുകളെ ഒക്കെ അവർ പറയും. അതിനൊക്കെ പണിയും മേടിച്ചു കൂട്ടിയിട്ടുണ്ട്. 3-4 വട്ടം അവരുടെ അക്കൗണ്ട് അടിച്ചു പോയിട്ടുണ്ട്, 3-4 വട്ടം എങ്ങാണ്ട് കോടതി കയറി ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് കേസുകൾ അവർക്കെതിരെ ഉണ്ട്. ഓക്കെ, 3-4 അക്കൗണ്ടുകൾ അടിച്ചു പോയിട്ടുണ്ടെന്ന് പറയുന്നു. ഒരു ഫേസ്ബുക്കിലായിരിക്കാം അക്കൗണ്ടുകൾ അടിച്ചു പോയിട്ടുണ്ടാവുക. പിന്നെ യൂട്യൂബിൽ 107K ഉള്ള ഒരു ചാനൽ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. 107K. അത് ഈ പണ്ടാരത്തിൻ്റെ ശല്യം കൊണ്ട് ആളുകളെല്ലാം കൂടെ പൈസ പിരിച്ച് അടിച്ചു കളഞ്ഞൊരു ചാനലാണ്. ആ ചാനൽ പോയത് ഈ സ്ത്രീക്ക് ഒരു അനുഗ്രഹമാണ്. ശാരിക മാമിനെ അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആ ചാനൽ എന്താ പറയുക, ആ ഒരു 107K, ഈ ഷഫീന എന്ന് പറയുന്ന ജന്തുവിൻ്റെ 107K ഉണ്ടായിരുന്ന ചാനൽ തുറന്നു കഴിഞ്ഞാൽ മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, മുത്തുച്ചിപ്പിയും ബാക്കിയുള്ള ഈ ഇക്കിളിപ്പെടുത്തുന്ന എല്ലാ മാസികകളെയും നാണിപ്പിക്കുന്ന തരത്തിൽ, എന്തിനു പറയുന്നു, പണ്ടത്തെ ഷക്കീല പടങ്ങളെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പച്ചയ്ക്ക് അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സത്യമായിട്ടും ഈ ഷക്കീലയൊക്കെ സിനിമയിൽ അഭിനയിച്ച ആ ഒരു സമയത്ത് ഈ സ്ത്രീ സിനിമയിൽ അഭിനയിക്കാൻ ഫീൽഡിൽ ഉണ്ടായിരുന്നെങ്കിൽ
കിന്നാരത്തുമ്പികളിലൊക്കെ ഉടുതുണി ഇല്ലാതെ ഇവർ അഭിനയിച്ചിരുന്നു. ഷക്കീലൊക്കെ ആയിരുന്നാൽ പോലും മറയ്ക്കാനുള്ള എല്ലാം മറച്ചിട്ടൊരു ശകലം മാത്രമേ കാണിക്കുള്ളൂ. പക്ഷേ ഷാഫീനെ ആയിരുന്നെങ്കിൽ ഉടുതുണി ഇല്ലാതെ മൊത്തത്തിൽ ഫുള്ളി നേക്കഡായിട്ട് അതിൽ അഭിനയിച്ചു കൊടുത്തേന്. അതിന് തെളിവുമുണ്ട്. ഇപ്പം ശാരിക ചേച്ചി പറഞ്ഞ ഒരു കേസിൻ്റെ കാര്യം ഞാൻ അതെടുത്ത് വെച്ച് സംസാരിക്കാം. ഓക്കെ, ഒരുപാട് കേസുകളുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അറിവിൽ തിരുവനന്തപുരം SP ഓഫീസിൽ ഒരു 25ഓളം കേസ് കമ്മീഷണർ ഓഫീസിൽ കിടപ്പുണ്ട്. അത് കുട്ടികളെ വെർബൽ അബ്യൂസ് ചെയ്തതിന്, വെർബൽ റേപ്പ് ചെയ്തതിനാണ്, വാവുണ്ട് കുട്ടികളെ പറഞ്ഞതിനാണ്. ഒരു മൈനറായിട്ടുള്ള കുട്ടികളുടെ അമ്മ, അത് പോക്സോ വകുപ്പിൽ പെടും. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികളെ റേപ്പ് ചെയ്താൽ മാത്രമല്ല പോക്സോ വകുപ്പിൽ പെടുന്നത്, ഇതുപോലെ കുട്ടികളെ അനാവശ്യം പറയുന്നതും പോക്സോ വകുപ്പിൽ തന്നെയാണ് പെടുന്നത്. പോക്സോ എന്ന് പറയുമ്പം പീഡനം മാത്രമല്ല. അപ്പോൾ ഈ സ്ത്രീയുടെ പേരിൽ ഒരു 25ഓളം പോക്സോ കേസുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ ധൈര്യത്തോടെ ഞാൻ പറയുന്നു ഷെഫീനയ്ക്ക് എൻ്റെ പേരിൽ ലീഗൽ ആക്ഷൻ എടുക്കാം. ഞാൻ പറയുന്നു ലീഗലായിട്ട് എൻ്റെ നേരെ എന്ത് ആക്ഷൻ വേണമെങ്കിലും ഈ സ്ത്രീക്ക്, ഷെഫീന ബീവി എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത ജേർണലിസ്റ്റായ, സ്വയം പ്രഖ്യാപിത യൂട്യൂബറായ ഈ സ്ത്രീക്ക് സമൂഹത്തിന് ഒരു ഗുണമില്ലാത്ത ഈ തെണ്ടി തിന്നുന്ന, ഈ തട്ടിപ്പുകാരിയായ ഈ സ്ത്രീക്ക്, തെണ്ടി തിന്നുന്നെന്ന് പറഞ്ഞാൽ 100 രൂപയുടെ റേഷന് പോലും ആൾക്കാരടുത്ത് തെണ്ടുന്നതിൻ്റെ സ്ക്രീൻഷോട്ടും വാട്സാപ്പ് ചാറ്റ് ഉൾപ്പെടെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ തെണ്ടി തിന്നുന്ന ഈ പിശാചിനി സ്ത്രീക്ക് എൻ്റെ നേരെ ആക്ഷൻ എടുക്കാം, നോ പ്രോബ്ലം. എന്ത് ലീഗൽ ആക്ഷൻ നേരിടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ ചാനൽ വഴിയാണ് അത് പറയുന്നത്. അതൊരു സോഷ്യൽ മീഡിയ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ഒരു പേടിയില്ല. അപ്പോൾ ഈ ശാരിക ചേച്ചി അറിയാത്തൊരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഇവളെ നിങ്ങൾ ചുമ്മാ വന്നിട്ട് ഇവളുടെ പേരിൽ കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെ പേരിൽ ഒരു ഹണി ട്രാപ്പ് കേസുണ്ട്. അത് കേരള ഹൈക്കോർട്ടിലാണുള്ളത്. ഞാൻ ഹൈക്കോടതിയുടെ പേര് ഇവിടെ പരാമർശിക്കുന്നുണ്ടെങ്കിൽ, ഹൈക്കോടതി എന്നൊക്കെ പറയുന്നത് കളിച്ച കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും ആവശ്യമില്ലാത്തൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ നമ്മളെ പേരിൽ കോടതിക്ക് സ്വമേധയാ കേസെടുക്കാം. ഒരു മുന്നും പിന്നും നോക്കാതെ എന്നെ പിടിച്ച് അകത്തിടാം. അപ്പം നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ തലയ്ക്ക് ഓളമല്ല ഞാൻ പറയുന്നത്. ഇവരുടെ പേരിൽ ഒരു 34 വയസ്സുള്ളൊരു വിനീത് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് വിനീത് സെബാസ്റ്റ്യൻ. നിങ്ങളൊരു റിയാലിറ്റി ബൈ ശാരിക എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് നിങ്ങൾക്ക്. നിങ്ങളൊരു ഇൻ്റർവ്യൂ എടുക്കുന്ന ആളാണ്, നിങ്ങളൊരു സ്ട്രോങ് ലേഡിയാണ്. നിങ്ങളുടെ ഇത്തിരിയില്ലാത്ത മകളെ വരെ, ഇത്തിരിയില്ലാത്തെന്ന് വെച്ചാൽ മൈനറായിട്ടുള്ള മകളെ വരെ നിങ്ങൾക്ക് കൂട്ടിത്തരുന്നു എന്ന് പറഞ്ഞ ഷെഫീനയ്ക്കെതിരെ ഈ ഹണി ട്രാപ്പ് കേസ് തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ശാരിക ചേച്ചി? അല്ലാതെ ഇവർക്കെതിരെ സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഷെഫീന ഹണി ട്രാപ്പിൽ ഒരു പയ്യനെ, ഷഫീനയുടെ നഗ്ന ഫോട്ടോയും നഗ്ന വീഡിയോയും പ്രദർശിപ്പിച്ചു, സോഷ്യൽ മാധ്യമം വഴി പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഷഫീന ഒരാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. വിനീത് സെബാസ്റ്റ്യൻ, അയാളുടെ അച്ഛൻ സെബാസ്റ്റ്യൻ, പിന്നെ അയാളുടെ അളിയൻ ലിബി എന്ന് പറയുന്ന ഒരാൾ, പിന്നെ ഒരു ഷഫീഖ് എന്നെന്തോ പേരുള്ള ഒരാളുടെ പേരിൽ കേരള ഹൈക്കോർട്ടിൽ ഷഫീന ബീവിക്കെതിരെ ഹണി ട്രാപ്പ് കേസുണ്ട്. പറയുമ്പോൾ ഇതുപോലെ പേടിയില്ലാതെ വ്യക്തമായും ശക്തമായും സംസാരിക്കണം ശാരിക ചേച്ചി. അല്ലാതെ വന്നിരുന്ന് ഇവർക്കെതിരെ കേസുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് കേസാണെന്ന് കൂടി പറയണം. പിന്നെ ഇവർ ആറ്റിങ്ങൽ എങ്ങാണ്ട് വെച്ച് ഒരു പയ്യനെ കാറിടിപ്പിച്ച് കൊന്നു, ഒരു കൊലപാതക കേസിലും കൂടി ഇവർ പ്രതിയാണ്. അങ്ങനെയും ഇവരുടെ പേരിൽ കേസുണ്ട്. ഒരു പയ്യന്, ആ പയ്യൻ്റെ അമ്മയ്ക്ക് ചെലവിന് കൊടുക്കുന്നുണ്ടെന്നൊക്കെ ഇടയ്ക്ക് വന്ന് ചാനലിൽ തള്ളുന്നുണ്ടായിരുന്നു. തള്ളു മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകളടുത്ത് 100 രൂപ റേഷനറി മേടിക്കാൻ തരുമോ എന്ന് ചോദിക്കുന്ന ഈ സ്ത്രീക്ക് എങ്ങനെയാണ് ഒരു പയ്യനെ സഹായിക്കാൻ പറ്റുക? ഇപ്പോൾ ഒരു പയ്യനെ ഇടിച്ചു കൊന്നിട്ട് ആ പയ്യൻ്റെ അമ്മയെ സഹായിക്കാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം കൂടെ ഞാനിവിടെ വെക്കുന്നുണ്ട്. നമുക്കിനി ഇത് ബാക്കി കേൾക്കാം. 4 വട്ടം എങ്ങാണ്ട് കോടതി കയറി ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് കേസുകൾ അവർക്കെതിരെ ഉണ്ട്. ഇതൊന്നും എനിക്കില്ല കേട്ടോ. എനിക്ക് മനുഷ്യന്മാർ തെറ്റുകൾ ചെയ്യത്തില്ല. ഇപ്പൊ കേസുകൾ എന്ന് പറയുമ്പോൾ ശരിയാണ്, നമ്മളൊരു വിപ്ലവം നടത്തുന്നു, അതിന് നമുക്കെതിരെ കുറച്ച് ആൾക്കാർ പരാതി കൊടുക്കുന്നു, ദാറ്റ്സ് ഫൈൻ, അത് ഓക്കെ. പക്ഷേ അല്ല, കേസെന്ന് പറയുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല. ഇപ്പോൾ നമുക്കൊരു വസ്തു തർക്കം ഉണ്ടാകുന്നു, അതിൽ കിട്ടുന്നതിലൊരു തർക്കം വരുന്നു, നമ്മുടെ അയൽവാസിക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസി നമുക്കെതിരെ കേസ് കൊടുത്താൽ ദാറ്റ്സ് ഫൈൻ. കാര്യം അതിർത്തി തർക്കമാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പേരിൽ വേറെ എന്തെങ്കിലും, ഇപ്പം ഹെൽമെറ്റ് വയ്ക്കാതെ വണ്ടി ഓടിച്ചു, പെറ്റി കേസ് വന്നു, അത് ഫൈൻ, അതിന് നമുക്കൊരു ഫൈൻ വന്നു, ഓക്കെ, അതും ഓക്കെ എന്ന് വയ്ക്കാം. പക്ഷേ കുട്ടികളെ അബ്യൂസ് ചെയ്തതിനും കുഞ്ഞുങ്ങളെ വെർബൽ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നും പേരിൽ കേസില്ല. ഓക്കെ, കുഞ്ഞുങ്ങളെ വെർബൽ റേപ്പ് ചെയ്തു. പിന്നെ ഹണി ട്രാപ്പ് കേസ് വഴി 34കാരനായ ഒരുത്തനെ കുടുക്കി കല്യാണം കഴിച്ചു എന്നുള്ള ഹണി ട്രാപ്പ് ചെറിയ ഓഫൻസ് അല്ല. ഹണി ട്രാപ്പ് അത് ഓർക്കണം. ഹണി ട്രാപ്പ് ചെറിയ ഓഫൻസ് അല്ല. തേൻകെണി ഒരുക്കി 34 വയസ്സുള്ള ഒരു പയ്യനെ 3ാമത് വിവാഹം കഴിച്ചു. ഞാൻ ആദ്യത്തെ 2 കല്യാണമാണോ അല്ലെന്നൊന്നും അറിഞ്ഞൂടാ. 3ാമത് വിവാഹം കഴിച്ചു എന്നുള്ളൊരു
കാര്യവും നിലവിൽ ഈ സ്ത്രീയുടെ പേരിലുണ്ട്. പക്ഷേ ഇതെല്ലാം തെളിവ് സഹിതം ആരും ഇറങ്ങി പുറപ്പെടില്ല എന്നുള്ള ഒറ്റ വിശ്വാസമാണ് ഈ പിഴച്ച ജന്തു നാക്ക് തുറന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ ശാരിക മാമിനെയൊക്കെ ഹോൾഡുള്ള ആൾക്കാരാണ് നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇവർ ദേര ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് പറയുന്നു ദുബായിൽ. അവിടെ നിന്ന് മകൻ എന്തോ കേസുണ്ടാക്കി രാഖി രാമായണം അവിടെ നിന്ന് വണ്ടിയെടുത്തുകൊണ്ട് ജീവനും കൊണ്ട് ഓടിയതാണെന്ന് പറയുന്നുണ്ട്. അവിടെ വേശ്യാവൃത്തി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. നിങ്ങൾക്ക് ദുബായിലൊക്കെ ഹോൾഡില്ല. ആരുടെത്തെങ്കിലും ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ ഇവർക്കെതിരെ സംസാരിക്കാൻ ദുബായ് ഗവൺമെന്റിന്റെ സഹായത്തോടെ ഇവരുടെ അവിടെ ഉണ്ടായിരുന്ന സകല കാര്യങ്ങളും കൊണ്ടുവിടാൻ നിങ്ങൾക്കൊക്കെ പറ്റത്തില്ല. ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. എൻ്റെ ഒരു വെല്ലുവിളിയാണ്. നിങ്ങൾ ഇങ്ങനെ ശാരിക മാം ഇങ്ങനെ വന്നിരുന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു കാര്യമില്ല. ദിയാസനയും ഇതുപോലെ വന്നിരുന്ന് കുറേ തള്ളും. ദിയാസന, ശാരിക മാം നിങ്ങളൊക്കെ സൊസൈറ്റിയിൽ 10 പേര് അറിയുന്ന ആളുകളാണ്. നിങ്ങളൊക്കെ ഹോൾഡുള്ള ആൾക്കാരാണ്. ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. ഞങ്ങൾക്കൊന്നും ഈ തീട്ട കേസ് കൂട്ടിയാൽ കൂടൂല. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇവരെ ഇങ്ങനെ അടിക്കാനല്ലാതെ എൻ്റെ ഒരു വെല്ലുവിളിയാണ്. ഈ സ്ത്രീക്കെതിരെ എല്ലാ പഴുതും അടച്ചുകൊണ്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? അങ്ങനെ പറ്റിയില്ലെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയൊക്കെ ഇവരിങ്ങനെ അനാവശ്യം പറയും. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നേ മതിയാവൂ. കാരണം നാക്കിന് ലൈസൻസ് ഇല്ലാത്ത, സോഷ്യൽ മീഡിയ വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന, നക്കിത്തിന്നാൻ നല്ലിപ്പില്ലാത്ത ഒരു സ്ത്രീയാണ് അവർ. അവർക്ക് ഈ അപരാധം ചെയ്തേ പറ്റൂ. ഏത് ഒരു വലിയ പ്രശ്നം വരുന്നോ, സോഷ്യൽ മീഡിയയിൽ വരുന്നോ, അതിൽ ആരുടെ ഭാഗത്താണോ പൈസ ഉള്ളത്, ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞു, ആരുടെ ഭാഗത്താണോ കാശുള്ളത് ആ കാശുള്ള ആളിനെ തിരഞ്ഞു പിടിച്ച് അവിടെ ചെന്നിട്ട് ബാർഗെയിൻ ചെയ്ത് പൈസ തട്ടിയെടുക്കുന്ന ഒരു ക്രിമിനലാണ് ഈ സ്ത്രീ. ക്രിമിനൽ. പിന്നെ ഒരുപാട് സ്ത്രീകളുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിച്ചു എന്ന് പറഞ്ഞാൽ പല ചാനലുകളിലും ഇവർക്കെതിരെ പല രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്തുകൊണ്ട് ആരും പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് യൂട്യൂബേഴ്സ് സൈലന്റ് ആയിട്ടിരിക്കുന്നു ഇവരുടെ കാര്യത്തിൽ? യൂട്യൂബേഴ്സിനെല്ലാം തന്തയ്ക്കും തള്ളയ്ക്കും വിളി കേൾക്കാൻ മടിയായതുകൊണ്ടാണ്, അവർക്ക് നാണക്കേട് കൊണ്ടാണ്. കാര്യം കക്കൂസിനകത്ത് കൊണ്ട് നമ്മൾ ഒരു കോലിട്ടിളക്കിയാൽ നാറ്റം നമ്മുടെ മൂക്കിനകത്തോട്ട് തന്നെ അടിക്കും അല്ലേ? അപ്പോൾ അതാണ്, ചെളിക്കുണ്ടിൽ കല്ലെറിഞ്ഞാൽ ചെളി വീഴുന്നത് നമ്മുടെ മുഖത്താണ്. സെപ്റ്റിക് ടാങ്കിനകത്ത് കോല് കൊണ്ടിട്ട് ഇളക്കിയാൽ നാറ്റം വരുന്നത് നമുക്കാണ്. നമ്മൾ ഈ നാറ്റം സഹിക്കാൻ തയ്യാറാവൂ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ആ സെപ്റ്റിക് ടാങ്കിൻ്റെ മൂടി അങ്ങെടുത്ത് അടച്ചു വെക്കും. അതല്ലേ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് സെപ്റ്റിക് ടാങ്ക് തുറന്നിട്ട് മൂക്കൊണ്ട് വെച്ചു കൊടുക്കുന്നേക്കാളും നല്ലതല്ലേ അത് അടച്ചിടുന്നത്? അതാണ് പലരും സ്വന്തം വായ ഷട്ടറിട്ട് വെച്ചേക്കുന്നത്. പക്ഷേ ഈ ഷഫീന ജീവി എന്ന് പറഞ്ഞ ചെകുത്താനെതിരെ വന്നിരിക്കുന്ന പരാതി ഒന്നും വിപ്ലവം ചെയ്തതിനല്ല, അല്ലെങ്കിൽ ഒരാളെ രക്ഷിക്കാൻ ശ്രമിച്ചതിനോ സോഷ്യൽ ആക്ടിവിസ്റ്റോ ആയതുകൊണ്ടല്ല. പകരം ഒരുപാട് ആൾക്കാരെ ട്രോമയിലേക്ക് തള്ളിവിട്ടു. ഒരുപാട് ആൾക്കാരെ ഫിസിക്കലി എന്ന് പറയാൻ പറ്റില്ല, ഫിസിക്കലി ചെല്ലാൻ അവർക്ക് ധൈര്യമില്ല, മെന്റലി വെർബലി അബ്യൂസ് ചെയ്തു. ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഇവർ ചെയ്ത വീഡിയോകളെല്ലാം ഇവർ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് താരങ്ങളെ കുറിച്ച് സീനിയർ മുൻകാല ബിഗ് ബോസ് താരങ്ങളെ ഒരുപാട് പേര് ഹോണ്ട് ചെയ്തിട്ടുണ്ട്, ഹരാസ് ചെയ്തിട്ടുണ്ട് ആ സീസൺ കഴിഞ്ഞിട്ടും. സോ അങ്ങനെ ഒരുപാട് കേസുകൾ ഇവർക്കെതിരെ നടക്കുന്നുണ്ട്, പരതി നടക്കും. എന്നിട്ട് ഈ പ്രശസ്തരായ ഫേമസ് ആയ നിങ്ങൾക്കൊക്കെ ഇവർക്കെതിരെ എന്ത് ചെയ്യാൻ സാധിച്ചു? ഈ സാധാരണക്കാരായ ഞാനൊക്കെ എടുത്തിട്ട് അലക്കുന്നതിൻ്റെ 4/1 ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇതിൻ്റെ ബാക്കി ഞാൻ ചെയ്യും. ഞാനിതൊരു സീരീസ് ആയിട്ട് ചെയ്യാൻ തന്നെയാണ് എൻ്റെ ഭാവം. ഷഫീനയ്ക്ക് എന്നെ ഇഷ്ടമുള്ളത് ചെയ്യാം. എന്നെ ഷഫീനയുടെ കയറാൻ സ്പേസ് ഉള്ള മൂക്കാണെങ്കിൽ മൂക്കി വലിച്ചങ്ങ് കയറ്റാം. എനിക്ക് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റി ശാരിക ചേച്ചി? എൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഈ സ്ത്രീയുടെ മൂക്കിലൊന്ന് തൊടാൻ പറ്റുമോ? ഒരു രോമത്തെ തൊടാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവരുടെ വായ അടപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ഇരുന്നുകൊണ്ട് സർക്കാരുകൾ ഇത് കാണണം, മന്ത്രിമാരിത് കാണണം. അവർക്കൊന്നും ഈ എന്താ പറയുക, സെപ്റ്റിക് ടാങ്കിനകത്ത് പരതലല്ല ജോലി. അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും കുട്ടികളെ ഇവർ വെർബൽ അബ്യൂസ് ചെയ്തിട്ട് എന്തുകൊണ്ട് ഇവരുടെ ഈ പിഴച്ച നാവിനെതിരെ ആരും ലീഗലി ആക്ഷൻ എടുത്തില്ല? ഗോവിന്ദചാമിക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റാത്ത നാടാണ് നമ്മുടെ നാട് അല്ലേ? അത്രയും പിന്നെ ഗതികെട്ട നാടാണ് നമ്മുടെ നാട്. ഇപ്പോൾ 32 പേര് ചേർന്നിട്ട് 13 വയസ്സുള്ള ഒരു കുഞ്ഞിനെ റേപ്പ് ചെയ്തു, തൂക്കിക്കൊന്ന്, പബ്ലിക്കിലിട്ട് തൂക്കിക്കൊന്നില്ലേ? നമ്മുടെ നാട്ടിൽ നടക്കുമോ? ഇല്ല. ജയിലിൽ കയറ്റി നല്ല ഫുഡ് കൊടുത്ത് മട്ടനും ചിക്കനും ഒക്കെ കൊടുത്ത് പെരുപ്പിച്ച് വിടും. ഈ സ്ത്രീയെ ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പിന്നെ പോലീസുകാർ കേസിന് വിളിക്കുമ്പോൾ ആ വെട്ടത്തും വെളിയത്തും വരില്ല. എവിടെയെങ്കിലും കാറും എടുത്തുകൊണ്ട് ഓടി വല്ല ആൾക്കാരുടെ വീട്ടിൽ അട്ടപ്പാടിയിലോ വല്ല ദൂരെ ഏതെങ്കിലും സ്ഥലത്തോ പോയിട്ട് ഭവാനി പുഴയിലും അവിടെ എവിടെയൊക്കെ പോയി കുളിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് എന്നിട്ട് ലൊക്കേഷൻ ഇടൂല.
എവിടെ എവിടെ പോലീസ് പിടിക്കാൻ പറഞ്ഞാൽ അപ്പം ഇറങ്ങി ഓടും അവിടെ നിന്ന്. അതുപോലെയാണ് ദുബായിൽ നിന്ന് ഓടിയത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ തെളിവടക്കം പഴുതടച്ച് ഈ സ്ത്രീയുടെ സകല കാര്യങ്ങളും പുറത്തു കൊണ്ടിടാൻ പറ്റുമെങ്കിൽ മാത്രം സംസാരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ സംസാരിച്ചിരുന്നാലും ഷഫീന ഓപ്പോസിറ്റ് വന്നിരുന്ന പ്രശസ്തരായിട്ടുള്ള ആൾക്കാരെ അടിക്കാൻ അവൾക്ക് പ്രത്യേക ഒരു വിരുദാണ്, ഒരു മിടുക്കാണ്. നിങ്ങളെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊക്കെ ഇനി വന്ന് എന്തൊക്കെ അമ്പുഴുക്ക് എന്തൊക്കെ അപരാധം പറഞ്ഞാലും ഷഫീന റിയാക്ട് ചെയ്യത്തില്ല. ബിക്കോസ് ഷഫീനയ്ക്ക് പേടിയാണ്. മനസ്സിലായില്ലേ? വിട്ടുകൊടുക്കൂല എന്നും അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു പറയുമെന്നും പിന്നെ ഞങ്ങൾ ഇനി ഇതിൻ്റെ പേരിൽ ഇവരെ തിരിച്ചടിക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങൾ മുകളിലോട്ട് കയറിപ്പോവോ എന്നുള്ള ഭയം കൊണ്ടും ഷഫീന എന്ന പിഴച്ച സ്ത്രീ ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനെ സംബോധന ചെയ്തിട്ടില്ല. പക്ഷെ ഇവരെ ഞാൻ പറയും. കാരണം ഇവിടെ പുതിയതായിട്ട് വരുന്ന, അതായത് സോഷ്യൽ മീഡിയ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ആളുകൾ പുതിയതായിട്ടാണ് വരുന്നതെന്നുള്ള ഒറ്റ വിശ്വാസത്തിൻ്റെ പേരിൽ കഴിഞ്ഞ കാലം മൊത്തം പൂഴ്ത്തി വെച്ചിട്ട് നല്ല പിള്ള ചമയുന്ന ഈ വൃത്തികെട്ട സ്ത്രീയെ ഞാൻ അങ്ങനെ തന്നെ വിളിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് ചെയ്യും. ഞാൻ നിർത്താൻ പോകുന്നില്ല. 10 പേര് കണ്ടാലും എനിക്ക് കുഴപ്പമില്ല. ഞാനിനി ഇതിൻ്റെ ബാക്കിയായിട്ട് തന്നെ ചെയ്യും. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇനിയും കുറേ ഷഫീന പുരാണങ്ങൾ വരാനുണ്ട്. അപ്പോൾ ഷഫീന വധം പാർട്ട് 2 ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യണം. പിന്നെ ഷഫീനായ തലയെ കയറ്റി നെഞ്ചി കയറ്റി താലോലിച്ച് പാട്ടുപാടി പാരാട്ടി ഓമനിച്ച് കിടത്തി ഉറക്കാനുള്ളവർക്കൊക്കെ ഉറക്കാം. നിൻ്റെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും വിളി കേൾക്കുന്നത് വരെ. ഓക്കെ.